സമയം കുറവാണ്. ഇപ്പോൾ നിതീഷ് പറഞ്ഞതിനോട് അനൂപിന് മറുപടി നൽകാം. സ്മൃതി, എനിക്ക് അധികമൊന്നും പറയാനില്ല. ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തോട് പിറ്റേ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പ്രതികരിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം അതിന് പറയുന്ന മറുപടി എന്താ? പണ്ട് ഞങ്ങൾ സമരം നടത്തിയപ്പോൾ നിങ്ങൾ വന്നില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഐക്യമുണ്ടെങ്കിൽ എന്തിനാ കേരളത്തിൽ ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നത്? അത് ആളുകൾക്ക് ബോധ്യമാവും. ഞാൻ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നത്, ഇന്ത്യയിൽ ഇന്ന് CPM-നെ സംബന്ധിച്ച് ഏറ്റവും തലപ്പൊക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന നേതാവ് എന്ന് പറയുന്നത് അവരുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. രാഹുൽ ഗാന്ധി ഇത്ര സുപ്രധാനമായ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും, സ്റ്റാലിൻ ഉൾപ്പെടെ, മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചപ്പോൾ അവരുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ മൗനത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ മൗനം ഉണ്ടായില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതിന് പകരം അദ്ദേഹം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല, ഞങ്ങളുമായി നിങ്ങൾ മത്സരിക്കുന്നു, ഞങ്ങൾക്ക് ബീഹാറിൽ ഞങ്ങൾ നടത്തിയ ഇതിലുള്ള പ്രശ്നങ്ങൾ, ഞാൻ ഉന്നയിച്ച ചോദ്യം അതേപടി അവിടെ നിലനിൽക്കുന്നു. അത് വളരെ കൃത്യമാണ്. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. പിണറായി വിജയന്റെ മൗനം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച്, CPM-ലെ എല്ലാ നേതാക്കന്മാരും പ്രതികരിച്ചില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ പറയുന്ന വിഷയങ്ങളിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരിൽ പലരും ആർജവത്തോടുകൂടി പ്രതികരിച്ചപ്പോൾ പിണറായി വിജയന്റെ നിശബ്ദത അടയാളപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിതീഷ്, വേഗം ഒരുമിച്ച് ആശങ്കപ്പെടേണ്ട സമയമാണ്. പക്ഷേ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ കോൺഗ്രസിന്റെ വൻ വീഴ്ച നിങ്ങൾ ഒരു പ്രചാരണ വിഷയമാക്കുമോ? അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാദത്തോട് ഞാൻ തന്നെ മറുപടി പറയാം. പിന്നെ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് തീവ്ര പരിശോധനയിലോടുകൂടി ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് പിണറായി വിജയൻ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ നവംബർ മാസം 5-ാം തീയതി ഇപ്പോഴൊന്നല്ല, അതിനു മുമ്പ് തന്നെ ഒരു പത്രസമ്മേളനം, നിങ്ങൾ പറയുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഏതെങ്കിലും വാചകം എടുത്തിട്ടല്ല അനൂപ് ഇതിനെ വിശദീകരിക്കേണ്ടത്. അനൂപ് പറഞ്ഞത് വസ്തുതാപരമായിട്ട് തെറ്റാണ്. പിണറായി വിജയൻ വളരെ പ്രധാനപ്പെട്ട രാജ്യം ഞെട്ടിയ തെളിവിൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷം പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ സമരത്തിൽ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുമുണ്ട്, പങ്കെടുത്തിട്ടുമുണ്ട്. ഒരുമിച്ച് നീങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.